പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 15 പേരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 4 RSS BJP പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരിൽ 2 പേർ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. രാംനാരായണന്റെ ശരീരത്തിൽ മാരകമായി മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഗുഡ് മോർണിംഗ്. വളരെ ദയനീയമായൊരു കൊലപാതകം എന്ന് തന്നെ പറയാം. ഇതിൽ മറ്റു പ്രതികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അനുശ്രീ, കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും ഒരു 15ഓളം പേരെ മൊത്തം പ്രതികളുണ്ടെന്നും അതിൽ 7ഓളം പേരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ അറസ്റ്റ് ചെയ്ത 5 പേരിൽ 4 പേർ RSS BJP പ്രവർത്തകരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 പേർ മുൻപും നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. മുരളി എന്ന അനു എന്നിവർ 15 വർഷം മുമ്പ് അട്ടപ്പള്ളത്ത് CIT ചുമട്ട തൊഴിലാളിയായ സ്റ്റീഫനെയും DYFI പ്രവർത്തകനായ വിനോദ് എന്നിവരെ വെട്ടിയ കേസിലെ പ്രതികളാണ്. ഇതിൽ സ്റ്റീഫനെ വെട്ടിയ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ നിരവധി അടിപിടി കേസുകളിലെ പ്രതിയാണ് ഇവർ. വാളയാർ സ്റ്റേഷനിലും പ്രതിപട്ടികയിലുണ്ട് നിരവധി കേസുകളിൽ. ഇവരെ ഇന്നലെ അറസ്റ്റിലായി റിമാൻഡിലാകാൻ വേണ്ടി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ സന്ദർശിക്കാൻ എത്തിയത് എലപ്പുള്ളി സുബൈർ വധക്കേസിലെ SDPI പ്രവർത്തകനായ സുബൈർ വധക്കേസിലെ പ്രതിയായ എടുപ്പുകുളം PK ചെള്ള സ്വദേശി ജിനീഷ് എന്ന കണ്ണനും ഇന്നലെ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നു. അനുശ്രീ, ശരി. പ്രജിത്ത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.